ഇന്ന് നിങ്ങൾ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും, ചില ഡേറ്റുകൾ ചിലർക്ക് വലിയ പ്രധാനപ്പെട്ട ദിവസം, ചിലപ്പോൾ ഒരു യാത്ര തുടങ്ങുന്ന ദിവസമാകാം ഇന്ന്, ചിലപ്പോൾ നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ദിവസമാകാം, ചിലപ്പോൾ ഇന്ന് മറ്റൊരു കുടുംബപരമായ ബന്ധങ്ങളുടെ പേരിലുണ്ടാകുന്ന സ്വാഭാവികമായ യാത്രയുടെ ദിവസമാകാം, ചിലപ്പോൾ പരീക്ഷയ്ക്കുള്ള യാത്ര ഉണ്ടാകാം. അപ്പം അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ കർത്താവിൻ്റെ തിരുസേനയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പ, സ്വർഗീയപ്പ, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരെപ്പോലെ പ്രാർത്ഥിക്കുന്നു. അപ്പ, രോഗികളുണ്ട് അപ്പ, അവർ സ്പർശിക്കണമേ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, കർത്താവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ, ചിലപ്പോൾ മദ്യപിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചു വരുന്നവരുണ്ടാകും. അങ്ങനെയുള്ള മാരകമായ ഭ്രാന്തന്മാർ കുടുംബങ്ങളിലുണ്ടാകും. അവർക്ക് മനസ്സാന്തരം ഉണ്ടാകാനും കുടുംബത്തിലുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ അസമാധാനം അനുഭവിക്കുന്ന പരശതം ആൾക്കാരുണ്ട്. ദൈവമേ, മാനസിക അവര് കുടുംബത്തിലെ പുറത്തുള്ളവർക്കെല്ലാം നല്ല ആളായി നിൽക്കുകയും കുടുംബത്തിൽ കയറി വരുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ശാപമായി മാറുകയും ചെയ്യുന്ന ജന്മങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സങ്കടപ്പെട്ട് അടുക്കളയിൽ വീഴുന്ന അറിയാത്ത കണ്ണുനീരുകളുണ്ട്. ഇതെല്ലാം ഇപ്പോഴും മാതാവേ അമ്മയുടെ മധ്യസ്ഥ ഏൽപ്പിക്കുന്നു. അവർക്കെല്ലാം ശക്തി കൊടുക്കണം. തലമുടി കൊഴിഞ്ഞു പോണ ഉൾപ്പെടെയുള്ള ആന്തരികമായ ഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരും നീ ആശീർവദിക്കണം. വിവാഹം ഒത്തുവരാത്തവർ, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കുടുംബപരമായ പ്രശ്നം, ജോലി പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ജീവിത പങ്കാളിയെ കിട്ടാത്തവർ, ജീവിത പങ്കാളി കിട്ടിയതിന് ശേഷം തന്നെ അവർ വിശ്വസ്ത കാണിക്കാത്തവർ, ആവശ്യമുള്ളതും ഇല്ലാത്തതിനുമൊക്കെ അടക്കുമുറയും അധികാരവും മേൽക്കൈയും നേടാൻ വേണ്ടിയുള്ള ഓരോ തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ പരസ്പരം പെരുമാറുന്ന, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ജീവിത മാതൃകയെ കണക്കാക്കാതെ പോലും ബുദ്ധിബോധമില്ലാതെ പെരുമാറുന്ന ജീവിത പങ്കാളികൾ, അവരെല്ലാം സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കരുണ മരണത്തെ കുടുംബത്തേക്ക് മാടി വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ ഇരുട്ടുകയറിയ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിൻ്റെയൊക്കെ ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ.